ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അതല്ലെങ്കിൽ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാ വർഷവും ഡിപ്ലോമ കഴിഞ്ഞ് നമ്മുടെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് വിത്തിൻ 1 or 2 മാസത്തിനുള്ളിൽ നടക്കുന്ന എക്സാം ആണ് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ വരാൻ പോകുന്ന ലാറ്ററൽ എൻട്രി അതായത് ഈ ലെറ്റ് 25ന്റെ എക്സാം ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന ജൂൺ 15-നാണ് നമ്മുടെ 2025-ലെ ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. സോ ഈ ഒരു ലെറ്റ് എക്സാമിൽ മികച്ച ഒരു റാങ്ക് കരസ്ഥമാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് കേരളത്തിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ വളരെ കുറഞ്ഞ ഫീസിന്, നിങ്ങൾക്കറിയാം ഗവൺമെന്റ് കോളേജുകളിൽ എഞ്ചിനീയറിംഗ് ഫീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത് നിങ്ങളുടെ ഡിപ്ലോമ പോളിയിൽ നിങ്ങൾ കൊടുത്തതിനേക്കാളും കുറച്ചൊന്നും കൂടുതൽ അല്ലെ, അത്ര മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത് ഫീസ് വരുന്നത്. അപ്പൊ വളരെ കുറഞ്ഞ ഫീസിൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ലെവൽ കോളേജുകളായിട്ടുള്ള CET, TKM, GC കണ്ണൂർ, GC കോഴിക്കോട്, GC തൃശ്ശൂര്, അതുപോലെ മാക് കോതമംഗലം, NSS പാലക്കാട് പോലുള്ള ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് ബിടെക് അഡ്മിഷൻ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇനി സമയമില്ല. നമ്മുടെ ജൂൺ 15-നാണ് നമ്മുടെ ലെറ്റ് 2025ന്റെ എക്സാം ഡേറ്റ് വരുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ ഇനി ഹാർഡ്ലി 1 month ആണ് നമ്മുടെ മുന്നിൽ ഇനി ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു മാസം നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ, കാരണം അത്രത്തോളം കോമ്പറ്റീഷൻ വരുന്ന ഒരു എക്സാം ആണ് ലെറ്റ്. അതായത് ഒരുപാട് ആളുകളൊന്നല്ല, ബിലോ 10,000 അല്ലെ, 10,000-ലും താഴെ ആളുകൾ മാത്രം എഴുതുന്ന ഒരു എക്സാം ആണ്. അപ്പൊ അതിൽ നല്ലൊരു റാങ്ക്, ഒരു 1000-ന്റെ അല്ലെങ്കിൽ 500-ന്റെ ഉള്ളിൽ റാങ്ക് മേടിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു മലമറിക്കുന്ന പണിയല്ല. നമ്മൾ നല്ല രീതിയിൽ ആ സിലബസിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിലെ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകളും വർക്ക്ഔട്ട് ചെയ്ത് കുറച്ച് മോഡൽ എക്സാംസുകളും എഴുതിയാൽ ഏതൊരാൾക്കും ഡിപ്ലോമ പാസ്സായ ഏതൊരു ആവറേജ് സ്റ്റുഡൻസിനും ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഏതെന്ന് പറയുന്നത് ലെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലെറ്റ് എക്സാമിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസുകൾ സൈലന്റ് ടെക്നിക്കൽ ആരംഭിച്ചത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള ഓൺലൈൻ ബാച്ചസ് ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കുട്ടികൾ അതില് നല്ല രീതിയിൽ സിൻസിയർ ആയിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു കുറഞ്ഞ ഫീസിൽ നമുക്ക് ലെറ്റ് കോഴ്സ് കിട്ടുമോ എന്ന് ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പൊ അവർക്കുള്ള ആൻസർ ആണ് നമ്മൾ ഈ വരുന്ന മാസം 10 മുതൽ അല്ലെ, ഇതേതാ മാസം മെയ് 10 മുതൽ നമ്മൾ ആരംഭിക്കുന്ന ലെറ്റിന്റെ പുതിയ ഓൺലൈൻ ബാച്ച് ആണ്. അപ്പൊ മെയ് 10-ന് ആരംഭിച്ച് നമുക്ക് ഇത് വരുന്നത് ജൂൺ 15 വരെ നിങ്ങൾ എക്സാം വരെയുള്ള ഈ ഒരു 1.5 മാസമാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കാം. സോ അത്രത്തോളം നമ്മൾ ഫീസ് വാങ്ങിയുള്ളൂ. ഒരു 999 അല്ലെ, 999 എന്ന് പറയുന്ന ഈ ഒരു ഫീസിന് നമ്മുടെ ലെറ്റിലെ കംപ്ലീറ്റ് സിലബസുകൾ, പുതിയ സിലബസ് അനുസരിച്ചുള്ള കംപ്ലീറ്റ് ടോപ്പിക്സുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യണം, ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ എഴുതണം. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക്കുകളുടെ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഫാക്കൽറ്റീസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് നമുക്കൊരു പേടിയും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ നമുക്ക് ഒരൊറ്റ ഭാഗ്യമുള്ള എന്താണ്, ഒരുപാട് ടെസ്റ്റുകൾ എഴുതുക അല്ലെ, കുറെ ടോപ്പിക് ടെസ്റ്റുകൾ എഴുതുക, കുറെ മോക്ക് ടെസ്റ്റുകൾ എഴുതുക. നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നമ്മൾ ഈ എക്സാമിന് പോകുമ്പോഴുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ടൈം മാനേജ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പൊ ലെറ്റ് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. നമുക്ക് എന്താണ് വരുന്നത്, ലെറ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ നമുക്ക് 120 ക്വസ്റ്റ്യൻ വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് ഇത്. നമുക്ക് ഈ ടെസ്റ്റിൽ എന്തില്ല, ബാക്കിയുള്ള എൻട്രൻസ് എക്സാമുകൾ അല്ലെങ്കിൽ PSC എക്സാംസുകളെ പോലെ നെഗറ്റീവ് മാർക്ക് ഇല്ല അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നും ആദ്യം നോക്കി പിന്നെ കുറച്ച് ഭാഗ്യവും കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു റാങ്ക് തന്നെ നേടിയെടുക്കാം. അതായത് ഇപ്പൊ 120 മാർക്കില് നിങ്ങൾ 100 ശരിയാക്കി, ബാക്കി 20 നിങ്ങൾ കത്തി കുത്തിക്കോ, എന്നാലും നമുക്ക് എന്ത് കിട്ടും, നല്ലൊരു റാങ്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സാമിന് മേടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇത് എല്ലാ ബ്രാഞ്ചുകാർക്കും ഒരൊറ്റ എക്സാം ആണ് നമുക്ക് ലെറ്റിൽ വരുന്നത്. സിവിൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എല്ലാവർക്കും നമുക്ക് എന്താണ് വരുന്നത്, ഒരൊറ്റ എക്സാം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എക്സാമിൽ എന്തുണ്ട്, എല്ലാ ടോപ്പിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രോണിക്സ്, മാത്സ്, പൈത്തോൺ എല്ലാം C വരുന്നത്, C++ ആണ്. ഇംഗ്ലീഷിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു ബാച്ച് 200-ലധികം മണിക്കൂർ, ഞാൻ പറഞ്ഞേ നമ്മുടെ ആ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ സിലബസിൽ. അപ്പൊ നിങ്ങൾക്ക് ഇനി ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം.
നിങ്ങൾ നോക്കണ്ട, ബാക്കിയുള്ള ഭാഗം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാ കംപ്ലീറ്റ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. സോ ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ഈ കേരളത്തിലെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ് സൈലം എന്ന് പറയുന്നത്. അപ്പൊ ആ സൈലം ടെക്നിക്കൽ, അതിന്റെ ടെക്നിക്കൽ എക്സാംസുകളുടെ സൈലം ടെക്നിക്കലിൽ വരുന്ന ക്ലാസ്സുകൾ എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇന്ന് കേരളത്തില് ലെറ്റ് എക്സാംസ് ഏറ്റവും ടോപ്പ് നോച്ച് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ആ ഒരു ടോപ്പ് ക്വാളിറ്റി ക്ലാസ്സുകളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും നമ്മൾ റെഡി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടോപ്പ് ക്വാളിറ്റി ക്ലാസ്സുകളായിരിക്കും എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ എക്സാമിനോട് അടുപ്പിച്ച് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞു, നമ്മൾ എന്താണ് ആ എക്സാമിന്റെ പേടി മാറ്റാനും ടൈം മാനേജ്മെന്റും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, റെഗുലർ ആയിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും ഉള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. സോ ഇതിന്റെ ഫീസ് വരുന്നത് 999 ആണ്. അപ്പോ ഇതിന്റെ ഈ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്കാണ് നമ്മൾ ഈ ഒരു ഫീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അധികം വെയിറ്റ് ചെയ്യാതെ, കാരണം ഫീസ് മാത്രമല്ല, നമുക്ക് എക്സാം എന്നാണ് ജൂൺ 15-നാണ്. അപ്പൊ നമുക്ക് ഒരുപാട് സമയമൊന്നും നമുക്ക് കാത്തിരിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾക്ക് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്പറില് നമ്മള് ഈ ഒരു ടെക്നോളജി യുഗത്തില് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ടെക്നോളജിയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഒരു ടെക്നോളജി, ഈ ഒരു ടെക്നിക്കൽ സെക്ടറിലാണ് നിങ്ങൾ കരിയർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ഒരു കാര്യം മിനിമം ബിടെക് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത്യാവശ്യമായിരിക്കും. ഓക്കെ, നമുക്ക് ബിടെക് ഇല്ലാതെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ടെക്നിക്കൽ സെക്ടറിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അതും തന്നെ നമ്മൾ നേടുമ്പോൾ എന്ത് വേണം, കേരളത്തിലെ ഏറ്റവും ഒരു ടോപ്പ് ലെവൽ കോളേജിൽ തന്നെ നമ്മൾ ബിടെക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റിൽ നല്ലൊരു റാങ്ക് തന്നെ നമ്മൾ നേടിയെടുക്കണം. സോ അതിനു വേണ്ട എല്ലാ പരിപാടികളും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തന്നെ ഈ ഒരു നിമിഷം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തുടങ്ങുക. അപ്പൊ വരാൻ പോകുന്ന ലെറ്റ് എക്സാമില് എല്ലാവർക്കും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റട്ടെ, നല്ലൊരു റാങ്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.